നമഃ. തസ്മൈ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരി പ്രിയേ. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ശ്രീ ശ്രീ നരസിംഹ ഭഗവാന് കീ ജയ്, നരഹരി കീ ജയ്, പ്രഹ്ലാദ് മഹാരാജ് കീ ജയ്. ജയ 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 ശ്രീരാധേ ശ്യാം. നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ദശകം 47 പഠിച്ചത്. 47 വരെ കഴിഞ്ഞു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം, 100 വരെ കംപ്ലീറ്റ് ആക്കിയിട്ട് അഗ്രേ പശ്യാമി, ഞങ്ങൾക്ക് ഭഗവാനെ അങ്ങയുടെ തൃപ്പാദത്തിൽ ഇത് സമർപ്പിക്കാനുള്ള ആ അനുഗ്രഹം തരണേ എന്ന് എല്ലാവരുടെയും മനസ്സിൽ പ്രാർത്ഥന വേണം. ഒരാളുടെയോ രണ്ടാളുടെയോ മാത്രം മനസ്സിൽ പ്രാർത്ഥന ഉണ്ടായാൽ പറ്റില്ല. എല്ലാവരുടെയും മനസ്സിൽ ഇത് പ്രാർത്ഥന വേണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഭഗവാന്റെ ലീലകൾ ഭയങ്കരമാണ്. നമ്മൾ ഈ പറയുന്നത് പോലൊന്നും അല്ല. ഭഗവാൻ നമ്മളെ ഇട്ട് പൊടഞ്ഞോണ്ടേ ഇരിക്കുക എന്നുള്ളത്. പല പല പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ഒരാഴ്ച കൊണ്ട് എനിക്ക് ഭയങ്കര പനിയായിരുന്നു. ഒരു ശകലം പോയിട്ട് ശബ്ദം കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ടില്ലായിരുന്നു. എന്നിട്ട് ഇച്ചിരി ശബ്ദം തുടങ്ങിയതാണ്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാനെ, നമുക്ക് ഇത് മുകുന്ദന്റെ പാദാബ്ജത്തിൽ മഹരന്തം മഹാത്ഭുതം മഹത്തായ മതം പോക്കും അകറ്റുമ്പോൾ മതിച്ചിടും. മുകുന്ദന്റെ പാദാംബുജം നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താവും? മതം പോക്കും. നമ്മുടെ ഉള്ളില് അഹങ്കാരമെല്ലാം പോകുന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഒരുപക്ഷെ എനിക്ക് വിചാരം ഉണ്ടായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിചാരം ഉണ്ടായിരിക്കും ഞങ്ങൾ നാരായണീയം പഠിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു മതം നമ്മുടെ ഉള്ളിനകത്ത് കാണുമായിരിക്കും. ഒരുപക്ഷെ അതായിരിക്കും ഭഗവാന് എങ്ങനെയാണ് പട്ടതിരിപ്പാടിനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും കണ്ടില്ലേ, പട്ടതിരിപ്പാട് എന്താ ഒരു വാതരോഗം അങ്ങോട്ട് കൊടുത്തിട്ട് എന്താ, എന്റെ അടുത്ത് നീ വാ, വന്നിട്ട് നീ വലിയ പണ്ഡിതനാണെന്നല്ലേ പറയുന്നത്. നീ ആ പണ്ഡിതനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, നിന്റെ ആ പാണ്ഡിത്യത്തിനെ പറ്റി അളന്നിട്ടുണ്ടല്ലോ, ഞാന് കാണിച്ചു തരാം ശുദ്ധഭക്തി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് നീ എന്റെ അടുത്ത് വരൂ എന്ന് പറഞ്ഞിട്ട് ആ വാതരോഗം കിട്ടിയില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഒരിക്കലും പട്ടതിരിപ്പാട് 100 ദിവസം പോയി ഭജന ഇരിക്കുവോ, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ വരുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തൃപാദത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എഴുതിയിട്ട് സമർപ്പിക്കൂ, ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അതാ പറഞ്ഞേ, ഭഗവാൻ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഭഗവാന്റെ ഭക്തന്മാരെ കൊണ്ട് ചെയ്യിച്ചോളും. അവർക്ക് എങ്ങനെയാ? ശരണമേഖനെ ഗർവനാശന. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഗർവനാശനോട് അദ്ദേഹത്തിന്റെ പദാരവിന്ദത്തിൽ നമ്മൾ ശരണമേകണം. ശരണം ആ തൃപ്പാദമല്ലാതെ എനിക്ക് വേറൊരു ആശ്രയമില്ലേ ഭഗവാനെ എന്നുള്ള ആ ഒരു മട്ടിൽ നമ്മുടെ ക്ലാസ്സുകളായി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞു കഴിഞ്ഞാലും തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അതിന് നല്ലൊരു അവസാനമാക്കി തരും. അങ്ങനെ നമുക്കും പ്രാർത്ഥിക്കാം. നമുക്കും ഓട്ടോമാറ്റിക്കാ, നമ്മൾ മനുഷ്യനല്ലേ, മനുഷ്യനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചിന്തിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ നാരായണീയം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിനകത്ത് ഒരു അഹങ്കാരം വരുമോ, ഞാൻ വലിയ നാരായണീയക്കാരിയ എന്നുള്ള ഒരു അഹങ്കാരം വരുന്നുണ്ട്. അത് ഒരാൾക്കെന്നല്ല, രണ്ടാൾക്കെന്നല്ല, എല്ലാവർക്കും ഉണ്ടെന്നുള്ളത്. അതൊരു അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു കുട്ടികൾ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത്. ഭഗവാന്റെ ഈ ലീലകളില് നമുക്കും എന്താ സന്തോഷമായിട്ട് അതിനകത്ത് പങ്കുകൊള്ള, നമുക്ക് ആനന്ദിക്കാം. ഭഗവാന്റെ ലീലയാണല്ലോ ഇതെന്നുള്ളതിനകത്ത് നമുക്ക് ആനന്ദിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിനെ എടുക്കാം. പിന്നെയോ നമ്മൾ എന്താ ഭഗവാനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? കാണല്ല നിൻപദ മലർ നനയ്ക്കാത്ത നിർഭാഗ്യരേ ഞാൻ. നിന്റെ പദം അങ്ങനെ ചിന്തിക്കാത്ത ആ നിർഭാഗ്യരായിട്ടുള്ള ആളുകളെ ഒരിക്കലും ഞാൻ കാണല്ലേ എന്നാ പ്രാർത്ഥിക്കുന്നത്. നമ്മളൊരു ഭക്തിയുടെ മാർഗത്തെ കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ എന്താ ചെയ്യുന്നത്? പുറകോട്ട് പിടിച്ചു വലിക്കും. എപ്പോഴും നെഗറ്റീവ് മാത്രം പറയുന്ന ആൾക്കാര് കണ്ടില്ലേ? ദുര്യോധനൻ ആരായിരുന്നു? ഹസ്തനാപുരത്തിന്റെ അടുത്ത് യുവരാജാവായിരുന്നു. പക്ഷേ ദുര്യോധനന്റെ ഒരേ ഒരു തെറ്റുകൊണ്ട് എന്താ പറ്റിയതെന്ന് നോക്കൂ. 100 കുട്ടികളെ ഗാന്ധാരിയുടെ കുലം തന്നെ നശിച്ചു പോയില്ലേ എന്നുള്ളതാണ് അല്ലെ? ഒറ്റ ഒരുത്തന്റെ തെറ്റുകൊണ്ട്
ആ കുലം എല്ലാം നശിച്ചു പോയി എന്നുള്ളതാ. ഭഗവാൻ എത്രയോ വാണിംഗ് അവന് കൊടുത്തു എന്നുള്ളതാ. നീ ലൈനി വരൂ 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 എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എത്രയോ എക്സാമ്പിളുകൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. പക്ഷെ അവന് എന്താ ഭഗവാൻ വിശ്വരൂപം കാണിച്ചപ്പോഴും പറഞ്ഞത് എന്താ, ഈ മായാവി എന്തൊക്കെയോ കാട്ടുന്നു, സൈനികന്മാരെ ഭടന്മാരെ ഇവനെ പിടിച്ചു കെട്ടു എന്നാ പറഞ്ഞത്. എന്നിട്ടും അത് ഭഗവാനാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് സാക്ഷാൽ എല്ലാത്തിന്റെ ലോകാധിപനായിട്ടുള്ള ആ ഭഗവാനാണെന്നുള്ള ആ ഒരു ചിന്ത അർജുന ദുര്യോധനന് പോയില്ല. അതേസമയം അർജുനനും പഞ്ചപാണ്ഡവരും അവിടെ എന്തായിരുന്നു, അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇത് സാക്ഷാൽ ഭഗവാനാണെന്നുള്ളത്. അർജുനൻ എന്താ പറഞ്ഞത്, കുരുക്ഷേത്ര യുദ്ധ സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും നാരായണീയ സേന എനിക്ക് വേണ്ട ഭഗവാനെ. ഭഗവാൻ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. എന്താ കണ്ടീഷൻ വെച്ചിരുന്നത്, നിങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അസ്ത്രശസ്ത്രങ്ങൾ എടുക്കില്ല, ഞാൻ മാത്രമേ കാണൂ, ഒരു സൈഡിൽ ഞാൻ മാത്രമായിരിക്കും. പക്ഷെ ഒരു കണ്ടീഷനും ഉണ്ട്. എന്താ കണ്ടീഷന്, അസ്ത്രശസ്ത്രങ്ങൾ ഞാൻ ഒരിക്കലും എടുക്കില്ല. അടുത്ത സൈഡിലോ എന്റെ നാരായണീയ സേനയെ ഞാൻ തരും. അന്നേരം ദുര്യോധനൻ എന്താ വിചാരിക്കുന്നത്, നാരായണീയ സേനയെ കാണാൻ അർജുനൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും. ആദ്യം വന്നത് അർജുനായോണ്ട് അർജുനോട് ചോദിക്കാൻ പറഞ്ഞു, ഭഗവാനെ അർജുനൻ എന്താ പറഞ്ഞത്, ഭഗവാനെ അങ്ങയെ മാത്രം ഞങ്ങൾക്ക് മതി. എന്നിട്ട് ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നു, അർജുന നീ ഓർത്തോളൂ, ഞാനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും യുദ്ധവും ചെയ്യത്തില്ല, അതേപോലെ അസ്ത്രശസ്ത്രങ്ങൾ എടുക്കത്തുമില്ല. ഭഗവാനെ പറഞ്ഞു, എത്രയോ സീറോകൾ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഒന്നില്ലെന്നുണ്ടെങ്കിൽ ആ സീറോ പൂജ്യത്തിന് എന്തെങ്കിലും ഒരു വിലയുണ്ടോ ഭഗവാനെ, ഇല്ല എന്ന് പറയുന്നത് പോലെ അങ്ങില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഈ ലോകത്തിലില്ല, അതുകൊണ്ട് അങ്ങ് മാത്രം മതി ഞങ്ങൾക്ക് എന്നുള്ള ആ ഒരു ഇതില് അർജുനന് നോക്കൂ, ആ ഡെഡിക്കേഷന് അല്ലെ, ഭഗവാൻ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്നുള്ള ആ ഒരു ഡെഡിക്കേഷന് അർജുനനുണ്ടായിരുന്നു. പക്ഷെ ദുര്യോധനൻ എന്താ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ പോയി എന്നുള്ളതാണ്. ഭൗതികതയിൽ എത്ര കിടന്ന് നമ്മൾ ഉഴന്നു കഴിഞ്ഞു കഴിഞ്ഞാലും, എത്ര നമുക്ക് ആദ്യമൊക്കെ സന്തോഷം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ എന്താ ഉണ്ടാവുന്നത്, വളരെ ദുഃഖം മാത്രമേ ഉള്ളൂ. നമ്മൾ ദുഃഖമായിട്ട് ഭവിക്കും എന്നുള്ളത് ഒന്ന് ആലോചിച്ചു. ലോകത്തിന്റെ ആ ഒരു മുന്നോട്ട് പോകുന്ന ആ ഒരു കാര്യമാണ് ഈ പറയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും യാതൊരു ഓരോ എന്താ പറയുന്നത്, ശങ്കരൻ എഗൈൻ ദ കോക്കനട്ട് ഉള്ളി എന്ന് പറയുന്ന ഗുണം എന്താ പറയുന്നത്, ശങ്കരനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശങ്കരനോട് ഒരു പട്ടിയുടെ നായയുടെ വാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുണ്ടിരിക്കും. ചുരുണ്ടിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, അതിന് ആരോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാലൊന്നും നീട്ടിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ നാള് അതിന്റെ ഒരു കുപ്പിക്കകത്തൊക്കെ ഇട്ടിട്ട് അതിന്റെ വാലിന് നീട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ ചെയ്തത്, അത് തിരിച്ച് കുപ്പി കുറെ നാള് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ആ കുപ്പി നിന്നിട്ട് ആ വാലെടുത്ത സമയത്ത് എന്താ അതേപോലെ തന്നെ ചുരുണ്ടുപോയി എന്നുള്ളത്. അതുകൊണ്ട് ചില ആൾക്കാരുടെ സ്വഭാവങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ നമ്മൾ സ്വയം മാറും. നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുണ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് വരും, അല്ലാന്നുണ്ടെങ്കിൽ അവര് വരില്ല. അവരുടെ ആ പുണ്യങ്ങളാണ് അവര്, നമ്മുടെ തന്നെ പുണ്യം കൊണ്ടാണ്, കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തൊക്കെയോ ചെയ്ത ആത്മാക്കളാണ് നമ്മള്. അതുകൊണ്ടാണ് നമ്മൾ എന്താ ഈ ഭാഗ്യം, ഈ പുസ്തകം ഒന്ന് തൊടാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയെന്നുള്ള. പുണ്യപാവങ്ങൾ ഒരേപോലെ വന്നതിന് ശേഷം മാത്രമേ നാരായണീയമായാലും ഭാഗവതമായി കഴിഞ്ഞാലും ഇങ്ങനെ ഭക്തിമാർഗത്തിലേക്ക് വരാനും നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഭഗവാനോട് നമ്മൾ പറയണം, കാണല്ലേ നിൻപദ മലർ നനയ്ക്കാത്ത നിർഭാഗ്യരെ ഞാന്, നിൻപദർ മലറ് നനയ്ക്കാത്ത ആളുകളെ, അങ്ങനെയുള്ള നിർഭാഗ്യവാന്മാരാണ് അവര്. മനസ്സിലായി പറഞ്ഞത്, നമുക്ക് ഒരിക്കലും കാണാൻ ഇടയാവരുതേതാണ് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. നിൻകഥകൾ വെടിയും കാവ്യവും കേട്ടിടല്ല, നിന്റെ കഥയില്ലാത്ത ഒരു കാവ്യവും ഒരു കാര്യങ്ങളും എനിക്ക് കേൾക്കാനേ വേണ്ട എന്നുള്ളതാണ്. അപ്പൊ എന്തിനകത്തായി കഴിഞ്ഞു കഴിഞ്ഞാലും കണക്റ്റഡ് ടു ഗോഡ് ഉള്ളി, അതായിരിക്കണം നമ്മുടെ. ഇപ്പൊ നമ്മൾ തന്നെ പ്രസാദം വെക്കുന്നു, പ്രസാദം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം വെക്കുന്നു, ആഹാരം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആദ്യം കൊണ്ടുചെന്ന് അത് ഭഗവാൻ വെച്ചു, അന്നേരം അതെന്താ പ്രസാദ രൂപേണയായി കഴിഞ്ഞു. അതിനകത്ത് എന്ത് കർമ്മങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ആ കർമ്മങ്ങൾ നമുക്ക് ഏൽക്കില്ല എന്നുള്ളതാണ്. മാനാതീതം മഹിമയെ നിഷേധിക്കൂ ഒരേ മുകുന്ദ, അങ്ങനെയുള്ളവര് എനിക്ക് കാണണ്ട. അങ്ങയുടെ ഗുണഗാൻ കാണാത്ത, അങ്ങയുടെ മഹിമ കാണാത്ത ഒരാളുകളെ എനിക്ക് അടുപ്പിക്കേ വേണ്ട, എനിക്ക് അങ്ങനെയുള്ളവരെ കാണാൻ ഇടയാക്കല്ലേ എന്നാണ് പറയുന്നത്. ഞാൻ ഓർക്കില്ല മറവിയരുതേ നിന്നിൽ ജന്മങ്ങൾ തോറും. ഭഗവാൻ എത്ര ജന്മം വേണമെങ്കിലും എനിക്ക് തന്നോളൂ. അതാ പറയുന്നത് ചൈതന്യ ശിഷ്ടാഷ്ടകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്,
എത്ര ജന്മം വേണമെങ്കിലും ഭഗവാനെ എനിക്ക് തന്നോളൂ. പക്ഷെ എന്താ, ഇന്ന ധനം ജനസുന്ദരിയും കവിതാ ജഗദീശകാമയെ മമ ജന്മനി ജന്മനീശ്വരെ ഭവതാത് ഭക്തിയിൽ എന്താ വേണ്ടുന്നത്? ഭക്തിനെ എന്താ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ആ വെള്ളമാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി വീഴില്ലേ? അതേപോലെ ഒരു നിമിഷം പോലും ഭഗവാനെ അങ്ങയുടെ നാമം എൻ്റെ ഉള്ളിലില്ലാതെ ഞാൻ ഉണ്ടാവരുതേ എന്നാ പ്രാർത്ഥിക്കുന്നതെന്നുള്ളതാണ്. അന്നേരം യഥാർത്ഥ ഒരു ഭക്തരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും എപ്പോഴും ആ ഒരു പ്രാർത്ഥനയാണ്. എപ്പോഴും ഭഗവാനാണ് എൻ്റെ എല്ലാം, ഭഗവാനല്ലാതെ ഈ ലോകത്തിൽ ഒന്നുമില്ല. ചരങ്ങളായി കഴിഞ്ഞാലും അചരങ്ങളായി കഴിഞ്ഞാലും, ചരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കുന്നത്, അചരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചലിക്കാത്തത്. പക്ഷെ നോക്കൂ, കുറച്ചു നാൾ കഴിയുമ്പോൾ അചരങ്ങളും എന്താ, ഒരു മേശ വാങ്ങിച്ചു കഴിഞ്ഞു, കുറെ നാൾ കഴിയുമ്പോൾ അതും നശിക്കുന്നില്ലേ? അങ്ങനെ എല്ലാത്തിനും നാശമുണ്ടെന്നുള്ളതാണ്. അചരങ്ങളും ചരങ്ങളും ഇതിന്റെ എല്ലാത്തിന്റെ അധിപനാരാണ്? ഭഗവാനാണെന്നുള്ളതാണ്. ആ ഭഗവാന്റെ പദാരവിന്ദം നനയ്ക്കാത്ത നിർഭാഗ്യരെ, അങ്ങനെയുള്ളവരാരാ? നിർഭാഗ്യവാന്മാരാണ്. അവരെ ഒരിക്കലും എനിക്ക് കാണാൻ ഇടയാക്കരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം. അഥവാ നമുക്ക് അവരുടെ കൂടെ കാണാൻ ജീവിക്കാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കണം. ഭയക്കണേ, കൈപിടിച്ച് നടത്തണേ അവരെയും കൂടി ഭക്തിയിലേക്ക് എന്നുള്ള ആ ഒരു പ്രാർത്ഥന നമുക്ക് എപ്പോഴും വെക്കണം വെക്കണമെന്നുള്ളതാണ് പറയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഭഗവാന്റെ ആ തിരുനാമത്തിൽ കൂടി നമ്മൾ എപ്പോഴും മുന്നോട്ട് പോവാം. ഇപ്പൊ നമ്മൾ ആനന്ദുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഭഗവാന്റെ ആ കരിചരണം കുടികൊള്ളും എന്റെ ഈ കരളിലിടം കരുതേണ്ട കാമദേവ. ഭഗവാനെ, എന്റെ ഈ ഉള്ളിൽ ആരാ ഉള്ളത്? കരിചരണമാ ഉള്ളത്. ഹരിയുടെ ചരണം മാത്രമേ എന്റെ ഉള്ളിലുള്ളൂ. ആ ഉള്ളില് ആരാ വേണ്ട? കാമദേവ, നീ കരുതണ്ട, എന്റെ ഉള്ളില് നിനക്ക് സ്ഥാനമുണ്ടാവൂ എന്നുള്ളത്. എന്നിട്ടോ, വർണ്ണിക്കൂ രസനേ മുരാരിയെ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാവിനോട് പറയണം, എന്താ ചെയ്യേണ്ടത്? മുരാരിയെ നീ വർണ്ണിക്കൂ. നമ്മുടെ ഓരോരോ നാവുകളും ഓരോരോ വേർഡ്സുകളും എന്തായിരിക്കണം? മുരാരിയെ വർണ്ണിക്കാനുള്ളതായിരിക്കണം. എന്നിട്ടോ അതെല്ലാം ശ്രവിച്ചിടൂ കാതെ. കാതിനോട് നമ്മൾ പറയണം, എന്താ പറയേണ്ടത്? അതാണ് എല്ലാവരും വൃന്ദാവനത്തിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്നുള്ളത്. എന്തുകൊണ്ടാണെന്നറിയാമോ? എവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാഗ് എന്താ എന്താ ഹരിനാമത്തിന്റെ നമ്മളുണ്ടല്ലോ ബാഗില്ലേ, എന്താ ഇത് നാമം ചൊല്ലിക്കൊണ്ടാണ് എല്ലാ ആൾക്കാരും നടക്കുന്നത്. അത് ആ ബാഗ് നമുക്കില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്തുപോലെ അവരെ വല്ലാതെ നമ്മളെ നോക്കുന്നതെന്നുള്ളതാ. എപ്പോഴും നമ്മളിങ്ങനെ നാമങ്ങൾ, ഹരിനാമം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ നടക്കും. എവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു നാമം കേൾക്കാനും പറ്റുന്നുള്ളൂ എന്നുള്ളതാ. എന്താ? രാധേ 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 എന്നുള്ള ആ ഒരു നാമം മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പനെ ദൂന്മേരെത്താകും രാധേ രാധേ കയത്താകും. എല്ലാ ആൾക്കാരും അങ്ങനെയാന്നുള്ളതാ. അതാ ഈ വൃന്ദാവനത്തിൽ വന്നിട്ട് എല്ലാവർക്കും എന്തൊന്നും മനസ്സ് വിറങ്ങും പോവില്ല. മനസ്സിനകത്ത് എന്താ, എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു നാമവും ഭഗവാന്റെ ഗാനങ്ങളും പിന്നെയാണെന്നുണ്ടെങ്കിൽ ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് രാധേ എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു ഓട്ടോക്കാരൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വേണമെങ്കിലും അവനെന്താ പറയുന്നത്? രാധേ എന്നുള്ള ആ ഒരു നാമം എന്നുള്ളത്. പക്ഷെ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ മായ അവരെ മൂടുക, മായ മൂടിയിട്ട് വെറും അഴുക്കും വെള്ളവും പിന്നെ അങ്ങനെയൊക്കെയുള്ള കട്ടറുകളും അങ്ങനെയൊക്കെയുള്ളതാണ് നമുക്ക് കാണുന്നത്. പക്ഷെ ഈ ഒരു കാഴ്ച ആർക്കേ പറ്റത്തുള്ളൂ? ഭാഗ്യമുള്ളവര് മാത്രമേ പറ്റത്തുള്ളൂ. നിർഭാഗ്യവാന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല എന്നുള്ള. നമ്മൾ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് എവിടെയാ? അവിടെ വൃക്ഷങ്ങൾ എങ്ങനെയാ തല കുനിച്ചു നിൽക്കുന്നു? എന്തിനു വേണ്ടിയിട്ടാ തല കുനിച്ചു നിൽക്കുന്നത്? ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കയറി കളിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ഭഗവാനും കൂട്ടരും കൂടി കളിക്കാൻ വേണ്ടിയിട്ടാണ് വൃക്ഷങ്ങള് ഒരുപാട് വലുതായിട്ട് അങ്ങ് വളരത്തില്ല. അവരെന്താ ശാഖകളായിട്ട് ഇങ്ങനെ വളരുന്നെന്നുള്ളത്. ആ ശാഖകളായിട്ട് വളരുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഭഗവാനും കൂട്ടർക്കും കളിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഇപ്പം കാളിഘട്ടി നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും 5000 വർഷം മുമ്പിട്ടുള്ള ആ വൃക്ഷം ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. നമുക്കൊക്കെ ഇതൊക്കെ ഒരു ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുള്ളതാ. ഇതൊക്കെ നഗ്നമായിട്ടുള്ള സത്യങ്ങളാണെന്നുള്ളതാണ്.
ആ ആ വൃക്ഷത്തിൽ നിന്നാണ് ഭഗവാനാണെന്നുണ്ടെങ്കിൽ കാളിന്തിയിൽ ചാടി, യമുനയെ ചാടിയിട്ട് കാളിയനെ ഇത് ചെയ്ത് കാളിയന്റെ അഹങ്കാരം അടക്കിയത്, പണത്തിൽ നൃത്തം ചവിട്ടിയത് ആ വൃക്ഷത്തിൽ ചാടിയിട്ടാണ്, വൃക്ഷത്തിൽ നിന്നിട്ട് ചാടിയിട്ടാണ്. ആ വൃക്ഷത്തിൽ ഇപ്പോഴും നമുക്ക് കാണാം ഗുഹകളുണ്ട്, അകത്ത് ഗുഹകളുണ്ട്. അതൊക്കെ അറിയുന്നവർക്ക് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്തുണ്ടല്ലോ, നല്ലതുപോലെ പിള്ളേർക്കൊക്കെ ആയിക്കഴിഞ്ഞാലും കയറിപ്പോയിട്ട് ഇരിക്കാമെന്നുള്ളത്. അന്നേരം എന്തിനാ ഈ ഗുഹകളെ ഈ വൃക്ഷങ്ങൾ കരുതുന്നേ? ഭഗവാനും കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഒളിച്ചു കളിക്കുകയൊക്കെ ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി. ദൈവമേ, സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവനത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു മൂടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് എല്ലായിടത്തും കാണാമെന്നുള്ളത്. അതുപോലെ ഇമ്ലിത്താലിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല്, ഇമ്ലിത്താൽ എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് 5000 വർഷം മുമ്പിട്ടുള്ള ഒരു സമയത്ത് പുളിമരം ഇപ്പോഴും ഉണ്ടെന്നുള്ളത് അവിടെ. ആ പുളിമരം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോ കുറെ അങ്ങ് വളർന്നിട്ടുണ്ടല്ലോ. അതിന്റെ ശാഖ ഒരെണ്ണമാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ട് പോയി. അന്നേരം ഒരു രാജാവായിരുന്നു അവിടെ താമസിക്കുന്നത്. അവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ശാഖ വെട്ടിക്കഴിഞ്ഞപ്പോ രക്തമാ അവിടെ വീഴുന്നതാണ്. ആ രക്തം വീഴുന്നത് കൊണ്ടുണ്ടല്ലോ, ഉടനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത് പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് രാധാറാണിയുടെ സമയത്തുള്ള ഒരു കഥയാണ് അവിടെ വന്നിരുന്നതാണ്. രാധാറാണി കൃഷ്ണനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ ഇവിടെ വെയിറ്റ് ചെയ്യുക ഇമിലിത്താലിന്. അന്നേരം കൃഷ്ണൻ വെയിറ്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് രാധാറാണി സ്പീഡിൽ വരുന്ന സമയത്ത് പുളിമരത്തിൽ നിന്ന് പുളി വീണിട്ടാണെന്നുണ്ടെങ്കിൽ രാധാറാണി സ്ലിപ്പായി പോയി. സ്ലിപ്പായ സമയത്ത് എന്താ രാധാറാണിയുടെ സഖിമാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ് ഇതിനകത്ത് 15 കിലോമീറ്റർ അകത്തുള്ള ഒരു പുളിയും കായ്ക്കാതെ പോട്ടെ എന്നുള്ള ആ ഒരു ഇത് പറഞ്ഞു. ഇപ്പോഴും അങ്ങനെയുള്ള എന്നുള്ളതാ. ഈ വൃന്ദാവനത്തിൽ പുളിമരങ്ങൾ കായ്ക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ 1-2 വർഷം കൊണ്ടല്ല, 12 വർഷം കൊണ്ട് ഞാൻ ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് എനിക്കിത് അറിയാവുന്ന കാര്യം, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതിനുള്ളതാണ്. അങ്ങനെ ഓരോന്നും എന്താണുള്ളത്, ജീവിക്കുന്ന സത്യങ്ങളാണെന്നുള്ളതാണ്. വൃന്ദാവനം എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും നാട്ടിൽ വരും. പക്ഷെ ആ ഒരു മൂഡ് ഇവിടെ വരുന്ന സമയത്ത് കാണില്ല. എന്താ നമ്മൾ പറയേണ്ടത്? വർണ്ണിക്കൂ രസനേ മുരാരിയെ, അതെല്ലാം ശ്രവിച്ചിടുക്കാതെ വന്ദിക്കൂ കരമേ രമേശനെ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും നമ്മൾ അതെന്നുണ്ടെങ്കിൽ ഭഗവാനെ വന്ദിക്കണം. ചിത്തം ആരെയാ നനയ്ക്കേണ്ടത്? എപ്പോഴും ശബരിയെ നനയ്ക്കണം. ചിത്തമേ നനയ്ക്കൂ ശബരിയെ. കണ്ണോ കാണുക കണ്ണനെ, അല്ലെ? കണി കാണും നേരം കമലാമേത്രന്റെ നിറമേറും മഞ്ഞാത്തുകൾ ചാർത്തി. ഇന്ന് നമ്മള് എല്ലാവരും രാവിലത്തെ ഒരു പാട്ടാണ് ഇതെന്നുള്ളത്, അല്ലെ? ഈ ഒരു മൂഡ് എന്താ, ഈ ഇന്നത്തെ കണി കാണുന്നതും ആ ഭഗവാന്റെ ആ തിരുരൂപം നമ്മൾ കാണുന്നത്, ഈ മൂടി ദിവസവും പോകണം. രാവിലെ എഴുന്നേറ്റിട്ടാണെന്നുണ്ടെങ്കിൽ നേരെ പൂജമുറി പോയിട്ട് ഭഗവാനെ വന്ദിച്ചതിന് ശേഷം തന്നെ ബാത്റൂമിൽ പോയിട്ട് എല്ലാം പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ആസ് യൂഷ്വൽ പണികൾ ചെയ്യാനെന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കണ്ണിനെ എന്താ വേണ്ടുന്നത്? കണ്ണനെ കാണണം. തുളസീഗന്ധം തേടൂ മൂക്കിന് ഭഗവാൻ ഏറ്റവും പ്രിയാണ് തുളസി. കൃഷ്ണ പ്രേയസിയാണ് തുളസി. നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുന്നത്? ഈ തുളസി എല്ലാം വെട്ടിപ്പിഴുതെടുത്ത് കളയും. പക്ഷെ ആ തുളസി തറ ഇങ്ങോട്ട് വെച്ച പോലും ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ എയർ പോലും പ്യൂരിഫൈ ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇതെല്ലാം നമ്മുടെ ആ ഒരു നിത്യ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നിങ്ങൾ എടുത്തു പോലും ആ സമയത്തുണ്ടല്ലോ നമുക്ക് എന്ത് ആനന്ദമാണ് ഉണ്ടാവുന്നതെന്ന് അറിയാമോ? ആ ആനന്ദത്തിലുണ്ടല്ലോ ഇപ്പുറത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ അതെല്ലാം മതിമറന്നു പോകുന്നുള്ളത്. നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം? ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയിട്ടുള്ളതാ. നമ്മൾ വാനപ്രസ്ഥം എടുക്കണം. ഒരു പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ എന്താ പകൽ കുഞ്ഞുങ്ങൾ അവരെ വിട്ടമിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സന്യാസത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വൃന്ദാവനത്തിൽ തന്നെ ഒരു സ്ത്രീ അങ്ങനെ 3 പിള്ളേരുണ്ടായിരുന്നു. അതിനെയും കളഞ്ഞ് ഭർത്താവിനെയും കളഞ്ഞു സന്യാസം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ആശ്രമത്തിൽ പോയി സാഫ്രൻ വസ്ത്രമൊക്കെ ഇട്ട് ഒരു സന്യാസിനിയായി. പക്ഷെ അവർക്ക് എങ്ങാണ്ട് സ്വസ്ഥത കിട്ടുമോ? അവര് പിന്നെ അന്നേരം വയസ്സ് ചെല്ലുന്ന സമയത്ത് തള്ളിക്കളഞ്ഞ പിള്ളേരുടെ അടുത്ത് തന്നെ തിരിച്ചു വരേണ്ടി വരും. അങ്ങനെയല്ല, നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മൾ നല്ലതുപോലെ ചെയ്ത്, പക്ഷെ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആരായിരിക്കണം? മുരാരി ആയിരിക്കണം. ആ മുരാരിയെ നമിച്ചുകൊണ്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കാനൊക്കെ. അതെ, ഭഗവാനും അറിയാം ഭഗവാൻ എവിടെയായിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഭഗവാന്. പരമാണു രൂപത്തില് ആ പരമാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നു.
ആ ഭഗവാൻ എല്ലാം അറിയാമെന്നുള്ളതാ അല്ലെ, നമ്മുടെ മനസ്സ് എന്താണെന്നുള്ളത് അറിയാം. നമ്മൾ എത്ര അഭിനയിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഭക്തരാണെന്ന് അഭിനയിക്കുന്നവർക്ക് അതും ഭഗവാൻ അറിയാവുന്നുള്ളതാ. അതുകൊണ്ട് യഥാർത്ഥ ഭക്തരെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഭഗവാനെ? കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ട് നടക്കും. ആ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ട് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായിട്ട് നടക്കും. ഞാൻ എപ്പോഴും നിങ്ങളോട് ഒരു കാര്യം പറയുന്നത്, ഭഗവാന്റെ ഒരു പരീക്ഷണം കാണും. ആ പരീക്ഷണത്തിൽ നിങ്ങൾ തോറ്റു പോകരുത്. തോറ്റുപോയിട്ട് പറയണം, കർണാ നിന്റെ പരീക്ഷണം ഞങ്ങൾക്ക് എല്ലാം അറിയാം, മനസ്സിലായി, അങ്ങയുടെ പരീക്ഷണമല്ലേ ഇത് ഭഗവാനെ. പക്ഷേ ഇതിൽ എനിക്ക് മുന്നോട്ട് ഇത് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ആ അനുഗ്രഹം എനിക്ക് തരണേ ഭഗവാനെ, കൈപിടിച്ചെന്നെ നടത്തണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന വെക്കണം. ഇവിടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ ദശകത്തിൽ വരുന്നു. ദശകത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും 47ാമത്തെ ദശകത്തിൽ നമ്മൾ പഠിച്ചു. അതും ഭഗവാന്റെ ഒരു ലീല. എന്താ? ഭഗവാൻ അറിയാം എത്രയോ യുഗങ്ങളായിട്ട് എന്റെ ഭക്തന്മാര് എന്നെ കാത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അന്നേരം അവർക്ക് മോശം കൊടുക്കണം. എനിക്ക് ആ മോശപ്രാപ്തിക്ക് അല്ലാതെ കണ്ണൻ ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ 2 മരങ്ങളെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീണു പിന്നെ കുമാരന്മാരായി കഴിഞ്ഞാൽ അന്നേരം എല്ലാവർക്കും ഇത് സാധാരണ ഒരു കുട്ടിയാലെ ഇത് ഭഗവാനാണെന്ന് ഒരു തോന്നൽ വരുന്ന സമയത്തുണ്ടല്ലോ, ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഗോകുലത്തിൽ യശോദാമ്മയുടെ മകനായിട്ട് വന്നിരിക്കുന്നത്? ആ വാത്സല്യം ആവോളം നുകരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ വാത്സല്യം ആവോളം നുകരാൻ വേണ്ടിയിട്ട് വന്ന ആ കണ്ണന് എന്താ ദൈവീകതം, ഒരു ദേവനാണ് എന്നുള്ള ആ ഒരു ഇത് വന്ന് സാക്ഷാൽ വിഷ്ണുവാണ് ഇതെന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് വേറൊരു രീതിയിലായിരിക്കും എല്ലാവരും കൃഷ്ണനോട് പെരുമാറുന്നത്. അതുകൊണ്ട് പക്ഷെ അങ്ങനെ ഭഗവാൻ ഒരിക്കലും ലീലകൾ ആടിയില്ല. ലീലകൾ ആടിയത് എങ്ങനെയാണ്? ഒന്നും അറിയാത്ത ഒരു പാപം പിടിച്ച ഒരു കൊച്ചിനെ പോലെ തന്നെ, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ശകടാസുര വധത്തിൽ എന്താ, കാലുകൊണ്ട് ആ കാളവണ്ടിക്ക് ഒരു ചവിട്ട് കൊടുത്തു, അത് ആ പൊടിയായി കിടക്കുന്നു. പക്ഷെ ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഒരു അഞ്ചോ ആറോ ദിവസമായ ഒരു അവതാ കടന്ന് കളിക്കുന്നു അല്ലെ. അതേപോലെ തൃണാവർത്തവനത്തിലാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ കയ്യിലിരുന്ന കുഞ്ഞിയാണ്. തൃണാവർത്തം വരുന്നെന്ന് അറിഞ്ഞ സമയത്ത് എന്താ ചെയ്തത്? ആ ശരീരത്തിന്റെ ഭാരം കൂട്ടി. ഭാരം കൂട്ടിയ സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. അമ്മ എന്ത് ചെയ്തു? അവിടെ ഒരു സ്ഥലത്ത് കുഞ്ഞിനെ കിടത്തി. കിടത്തിയ സമയത്താണല്ലേ തൃണാവർത്തം എടുത്തുകൊണ്ട് പോകുന്നതും അന്നേരെ കൊല്ലുന്നതും, തൃണാവർത്തനെ കൊല്ലുന്നതും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഇൻഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. ഇവിടെയും ഈ ലീലയും അതിനു വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അമ്മ എന്താ ചെയ്തത്? ദീപാവലിയുടെ സമയമായതുകൊണ്ട് അമ്മ ഭയങ്കര ബിസിയായിരുന്നു. നീ ഇവിടെ കെട്ടിയിട്ട് ഉരലില് കെട്ടി. എന്നിട്ട് എന്താ ചെയ്തത്? ആ ഉരലി കെട്ടിയതിനു ശേഷം അമ്മയുടെ ജോലിക്ക് വേണ്ടിയിട്ട് അകത്ത് പോയി. അകത്ത് പോയ സമയത്ത് എന്താ ഭഗവാൻ മനസ്സിലായി കഴിഞ്ഞു, അമ്മ ഇല്ല, ആരും ഇല്ല, കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ, ഗോപന്മാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ ലീലകൾ ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ മറിച്ചിടുക ചെയ്യുന്നത്. മറിച്ചിട്ടതിന് ശേഷം നേരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഈ 2 മരതക വൃക്ഷങ്ങളായിട്ട് അവിടെ ആരായി നിൽക്കുന്നത്? കുബേരന്റെ മക്കളായിട്ടുള്ള മണിഗ്രീവനും നളകുബേരനും നിൽക്കുന്നത് എന്നുള്ളതാ. അവർക്ക് എന്താ ആരാ ശാപം കൊടുത്തത്? ആരാ ശാപം കൊടുത്തത്? ആരാ ശാപം കൊടുത്തത്? നാരദമുനി. നാരദ മഹർഷി. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് മഹാദേവന്റെ ഏറ്റവും വലിയ ഭക്തരാണ് ഈ കുബേരന്റെ ഫാമിലിയും കുബേരനും. അത് ഇത്രയും വലിയൊരു ഭക്തരായിട്ടുള്ള ആൾക്കാർ ഇത്രയും മതിച്ച് നടക്കുന്നു. അന്നേരം ഇവരുടെ അഹങ്കാരം തീർത്തെങ്കിലേ ഇവര് പിന്നെ ആ ഭക്തിയിലേക്ക് വരൂ എന്നുള്ള ആ രീതിയിലാണ് നാരദർ എന്ത് ചെയ്തത്? ഇവർക്ക് ശാപം കൊടുത്തത്. ശാപം കൊടുത്തു കഴിഞ്ഞിട്ട് അതെന്നുണ്ടെങ്കിൽ ശാപം കൊടുത്ത് എന്താ, തുണിയില്ലാതല്ലേ നീ ആണെന്നുണ്ടെങ്കിൽ ഗംഗയില് മതിക്കുന്നത്, അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൃക്ഷങ്ങളായി പോകട്ടെ എന്നുള്ള ആ ശാപമാണ് കൊടുത്തത്. നോക്കിക്കോണം, ഈ ജന്മങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മുടെ ഓരോ കർമ്മങ്ങൾക്കനുസരിച്ചാണ് പറയുന്നത്. ഈ ജന്മത്തിൽ നമ്മൾ തുണികളൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരെ അടുത്ത ജന്മത്ത് എന്താ വൃക്ഷങ്ങളായിട്ട് വരുന്നതെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. തണുപ്പത്തായി കഴിഞ്ഞാലും ചൂടത്തായി കഴിഞ്ഞാലും മഴയത്തായി കഴിഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം സഹിക്കണ്ടേ? അവർക്കുമുണ്ട് ജീവന് ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. ഇതെല്ലാം സഹിച്ചുകൊണ്ട് അവർ കഴിയണമെന്നുള്ളതാ. ഇവിടെ അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പക്ഷെ ശാപം കിട്ടിക്കഴിഞ്ഞപ്പോ അവർക്ക് ബോധം വന്നപ്പോഴും നാരദരുടെ കാലിൽ ചെന്നിട്ട് വീണ് കഴിഞ്ഞതിന് ശേഷം നാരദര് പറഞ്ഞു, ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയമാണെന്നുണ്ടെങ്കിൽ ഗോകുലത്ത് വരും. ഗോകുലത്തില് ഭഗവാൻ സ്വയം വരും. അല്ലെങ്കിൽ ഭഗവാന്റെ സ്പർശനം ഏറ്റിട്ട് നിങ്ങൾക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് ആകാമെന്നുള്ള ആ ഒരു വരദാനവും കൊടുത്തിട്ട് നാരദ പാട്ടിന് പോയി. പക്ഷെ എത്രയോ യുഗങ്ങളായിട്ട് അവര് ഭഗവാന്റെ മാത്രം ചിന്തകളില്ല.
ഭഗവാനല്ലാതെ വേറെ അഹല്യ ഇതേപോലല്ലായിരുന്നു. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രാമായണത്തിൽ അഹല്യ കല്ലായി പോകട്ടെ എന്ന് ഗൗതമ മുനി ശവിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ കല്ലായിട്ട് പോയി. അന്നേരം എന്താ ബാധ പിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മഴ വെയില് എല്ലാ തണുപ്പ് എല്ലാം സഹിച്ച അകല്യ ഒരേ ഒരു നാമം കൊണ്ടാ നിന്നുള്ളതാ. ഏത് നാമം? ശ്രീരാമന്റെ നാമം. അന്നേരം നോക്ക്, ശ്രീരാമസ്വാമി സ്വയം അവിടെ വന്നു എന്നുള്ളതാ. അതാണ് പറയുന്നത്. ഭക്തന്മാര് അവരുടെ ഭക്തി യഥാർത്ഥത്തിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഭഗവാൻ സ്വയം അവിടെ വരും. അതേപോലെ തന്നെ ഭരദ്വാജ മഹർഷി, വാൽമീകിയുടെ ആണെന്നുണ്ടെങ്കിൽ ശിഷ്യനാണ് ഭരദ്വാജന്. പക്ഷെ ശ്രീരാമസ്വാമിയും ലക്ഷ്മണനും സീതാദേവിയും ആദ്യം എവിടെ പോയത്? അങ്ങോട്ട് പോയി ഭരദ്വാജനെ കാണാനെന്നുള്ളത്, ആശ്രമത്തിൽ പോയി എന്നുള്ളത്. അന്നേരം ആരുടെ ഭക്തി യഥാർത്ഥത്തിലുള്ളതാണോ അങ്ങനെ ആണെന്നുള്ളതുണ്ടെങ്കിൽ ഭഗവാൻ സ്വയം അവിടെ വരും. ഭഗവാൻ സ്വയം നമുക്ക് വന്നില്ല എന്നുണ്ടെങ്കിലും ഗുരുക്കന്മാരെ നമ്മുടെ അടുത്തേക്ക് അയക്കും. ഒരു ഗുരുവിൽ കൂടി മാത്രമേ നമ്മൾ എന്തും നേടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ഗുരുക്കന്മാരെ കൂടി നമ്മളാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ഗുരു ആശ്രയം എടുക്കണം. ആ ഗുരു ആശ്രയത്തിൽ കൂടി ഗുരുവിൽ നിന്ന് ഭഗവാൻ സ്വയമാണ് ഗുരുവാണ്. ഭഗവാന് സ്വയം വരാൻ പറ്റാത്തതിന് ഗുരുക്കന്മാരെ അയക്കുന്ന എന്നുള്ളതാണ്. ആ ഗുരുക്കന്മാരെ കൂടി നമ്മൾ അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കണം. അല്ലാതെ ഞാൻ വലുതാണ്, അവരങ്ങനെയൊക്കെ പറയും, ഇവരിങ്ങനെയൊക്കെ പറയും, അതിലൊക്കെ എന്തു കാര്യം ഇരിക്കുന്നത്, അങ്ങനെയുള്ള ഭാവം ഒരിക്കലും അവരുടെ ആശ്രിതരാവണം. അവരുടെ പദാരബിന്ദങ്ങളിൽ ആശ്രയിച്ചിട്ടുള്ള അവരെന്ത് പറയുന്നുണ്ടോ, ഏത് പറയുന്നുണ്ടോ അതിനെ തന്നെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ ഗുണം ഉണ്ടാവും എന്നുള്ളതാണ്. ഒരേ ഒരു എക്സാമ്പിൾ ഞാൻ തന്നെയാണെന്നുള്ളതാണ്. ബോംബെയിലെ ബിസി ആയിട്ടുള്ള ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും എന്റെ മാതാജി നാരായണി ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് പഠിച്ചു. മാതാജിക്ക് മനസ്സിലായി മറ്റവരൊന്നും ഇനിയിപ്പം ഭഗവത്ഗീത എന്റെ സമയം അവരുടെ സമയമായിട്ട് വ്യത്യാസമുണ്ട്. ഞാൻ ഓഫീസിൽ കൊണ്ടിരിക്കുന്ന സ്കൂളിൽ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്നേരം എന്റെ സമയത്ത് അവരുടെ സമയം കൂടെ ശരിയാവില്ലെന്ന് പറഞ്ഞ് മാതാജി എനിക്ക് സ്പെഷ്യലായിട്ട് ഭഗവത്ഗീത പഠിപ്പിച്ചു എന്നുള്ളത്. അതേപോലെ മൂലഭാഗവതം പഠിപ്പിച്ചു. നോക്കൂ, ഞാൻ നേരത്തെ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ മാതാജിയുടെ വീട്ടിൽ ഒറ്റയ്ക്ക് പോയിരുന്നത് എല്ലാം പഠിച്ചു എന്നുള്ളതാണ്. അന്നേരം ഭഗവാന്റെ ആ അനുഗ്രഹത്തിൽ നമുക്ക് ആ മതീശ നമ്മൾ ഇതൊന്നും സ്വപ്നത്തിൽ നമ്മൾ വേറെ സൗത്തിൽ ഇതെല്ലാം ഉണ്ടോ? ഒന്നുമില്ല. നമുക്ക് എന്താ ഒരു അമ്പലഭക്തി മാത്രം. ആ അമ്പലഭക്തി മുഴുവൻ നമ്മളിങ്ങനെ ജീവിക്കുന്നു. അല്ലാതെ എന്താ ഉള്ളത്? ഈ എന്റെ ശിഷ്യാഗുരുവിന്റെ രൂപത്തില് ഭഗവാൻ സ്വയം വന്ന് എന്റെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നിർത്തി എന്നുള്ളതാണ്. എന്റെ മാതാജിക്ക് ഞാൻ കോടി പ്രണാമം ചെയ്യുന്നു ഈ നല്ലൊരു ശുഭദിനത്തിൽ എന്നുള്ളതാണ്. മാതാജിയാണ് എന്നെ ഇത്രയും ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നത്. അതും അല്ല, പിന്നെ വൃന്ദാവനത്തില് കാർത്തിക് മാസത്തില് ഏകാദശി ദിവസം എനിക്ക് ബ്രാഹ്മണ ദീക്ഷ കിട്ടുന്നുള്ളതാണ്. ഭഗവാന്റെ ഓരോരോ ലീലകളായി പറയുന്നതെന്നുള്ളത്. അല്ലാതെ നമ്മുടെ ഒന്നും ഒരു ഫലിപ്പമല്ല ഈ പറയുന്നത്. നമുക്ക് നമ്മുടെ ഭക്തി അല്ലെങ്കിൽ നമുക്ക് ഇച്ഛയുണ്ടെന്നുണ്ടെങ്കിൽ ഗുരു നമ്മുടെ പാതിലി വരുമെന്നുള്ളത്. അതുകൊണ്ട് ഗുരു ആരാണ്? സാക്ഷാൽ ഭഗവാന്റെ തന്നെ ഒരു ഇതാണ്. ഭഗവാൻ തന്നെ അയക്കുന്നതാണ് അവരെ. മക്കളെ, നിങ്ങൾ ഈ എന്താ ദുഃഖാലയം അശാശ്വതമാണ്. ഈ ദുഃഖാലയത്തിൽ കിടന്ന് നിങ്ങൾ ഉഴലാതിരിക്കൂ. തിരിച്ച് നിങ്ങളെ നമുക്ക് ഈർഷ്യ ഭഗവാനോട്. ആ ഈർഷ്യ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ജന്മം എടുക്കേണ്ടി വന്നത്. ആ ജന്മം എടുത്തത് കൊണ്ടാണ് നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ഈ ഭൂമിയിൽ കിടന്ന് ഉടലണ്ട. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, എന്റെ അടുത്ത് തിരിച്ച് നിങ്ങൾ വരൂ. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഗുരുവിനെ അയക്കുന്നു. നീ ഗുരു പറയുന്നത് പോലൊക്കെ ജീവിക്കും. എന്നതിന് ശേഷം എന്താ അർത്ഥകാമ മോശം 4 ചതുർത്ഥങ്ങളുണ്ട്. അത് അനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ലോകം ഒന്നിനെയും ഒരാഗ്രഹവും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ നിന്നാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണേ? ഷഡ്വൈരികളെ ദൂരെ എറിയണം. ആ ദൂരെ എറിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരിക്കലും അഹങ്കരിക്കരുത്. ഈ കർമ്മയോഗികളായി കഴിഞ്ഞാലും ജ്ഞാനയോഗികളായി കഴിഞ്ഞാലും പിന്നെയും അവർക്ക് ബർത്ത് എടുത്തിട്ടുണ്ടല്ലോ, ജനനം എടുത്തിട്ട് അവരെന്താ ചെയ്യേണ്ടത്? പിന്നെ ഭക്തിയോഗത്തിലേക്ക് അവർ വരേണ്ടി വരും. ആ ഭക്തിയോഗത്തിൽ വരുന്ന ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാ? തൃണാവതി സുനിജേന തനോരവി സകൃഷ്ണേന അമാനീന മാനതേന കീർത്തനീയ സദാഹരി. ഒരു തൃണത്തെ പോലെ, ഒരു പുല്ലിനെ പോലെ അവരാണെന്നുണ്ടെങ്കിൽ ക്ഷമയുള്ളവരായിരിക്കും, മനസ്സ് താഴ്മയുള്ളവരായിരിക്കും. പുല്ലിന്റെ പുറത്താണെങ്കിൽ എത്ര കയറി ഇറങ്ങിയ ആൾക്കാർ നടന്നു കഴിഞ്ഞ് പിന്നെയും അത് ഉയർന്നു നിൽക്കുന്ന എന്റെ പുറത്തൂടെ നിങ്ങളുടെ കാര്യം നോവണ്ട, എന്റെ പുറത്തൂടെ ആണെന്നുണ്ടെങ്കിൽ കയറിക്കോളൂ. മരുത്തുകളോ എങ്ങനെയാ വൃക്ഷങ്ങളോ ഫലമുണ്ടായി കഴിഞ്ഞാൽ അവർ താഴുക ചെയ്യുന്നതല്ല, ഉയരുവല്ല ചെയ്യുന്നത്. അതേപോലെ എപ്പോഴും കീർത്തനീയ സദാഹരി. ഒരു ഭക്തനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും എന്നുള്ളതാണ്. എന്നെ പോലെ തന്നെ വേറെ ഉള്ള ആൾക്കാരെയും ഭക്തിയിലേക്ക് കൊണ്ടുവരണം
എന്നുള്ള ഒരു ചിന്തയായിരിക്കും അവരുടെ മനസ്സിലെപ്പോഴും. വേറുള്ളവർക്ക് ബോറായി തോന്നും, അരോചകമായിട്ട് തോന്നും. പക്ഷെ അതല്ല അവന്റെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ ഉള്ളിലിരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ആ ഭഗവാന്റെ ആ ചൈതന്യത്തെ നമ്മൾ തന്നെ ഉണർത്തണം. ആ ഉണർത്തിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഇത് ഒരു ഭക്തൻ മുന്നോട്ട് ചെയ്യുമെന്നുള്ളത്. അന്നേരം പിന്നെയും ഭക്തിയോഗത്തിൽ നമ്മൾ വരേണ്ടി വരുമെന്നുള്ളതാ. ജന്മമൃത്യു ജരാവ്യാധി ഇനി ഉണ്ടാവല്ലേ ഭഗവാനെ എന്നുള്ള ആ ഒരു രീതി വരണം. അതുകൊണ്ട് ജ്ഞാനം വേണം, പഠിക്കണം. നമ്മൾ പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? വേറുള്ളവരെയും കൂടി നമ്മള് ഭഗവാന്റെ ആ തൃപ്പാദത്തിലേക്ക് കൊണ്ടുവരാനുള്ളത്. ഭഗവാനെ അവർക്കും കൂടി അതെന്നുണ്ടെങ്കിൽ ഇനിയും ജന്മമൃത്യു ജരാവ്യാധിയിലേക്ക് അവരെ ഇട്ട് ഉഴലിപ്പിക്കരുതേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മള് ഭക്തി ഇങ്ങനെ പ്രചാരം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ആര് വന്നിരിക്കുന്നത്? ചൈതന്യ മഹാപ്രഭു 500 വർഷം മുമ്പിട്ട് മായാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചത്. വെറും നാമം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള. വേറൊരു കാര്യം കൂടിയുണ്ട്. വേറെ ആർക്ക് പുണ്യമുണ്ടോ അവർക്ക് മാത്രമേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വരാൻ പറ്റില്ല. അതേസമയം നമ്മളിപ്പോ ഈ ഭൗതിക ലോകത്തിൽ PhD ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ പോലും നമ്മൾ നമ്മുടെ മരണത്തോടുകൂടി ഇതെല്ലാം എന്താ എല്ലാം ആ തീയിൽ പോയി എന്നുള്ളത് അല്ലെ. അതേസമയം ആധ്യാത്മികമായിട്ട് സ്പിരിച്വലി അങ്ങനെ അല്ല. ആധ്യാത്മികമായിട്ട് നമ്മൾ എത്ര ചെയ്തിട്ടുണ്ടോ അത് അടുത്ത ജന്മം ഫോർവേഡാ. നമ്മളിപ്പം കാണുന്നുണ്ട് 1 വയസ്സുള്ള കൊച്ചും 2 വയസ്സുള്ള കൊച്ചും കീർത്തനങ്ങൾ എന്താ ചെല്ലുന്നേ. അതേപോലെ ഒന്നും വേണ്ട, നമുക്ക് തന്നെ ഈ പ്രായത്തിലൊക്കെ ഇതൊക്കെ പഠിക്കാനുള്ള അവസരം ഭഗവാൻ എന്നൊക്കെ സൂം ആയി കഴിഞ്ഞ് ഒരു കൊറോണ ഉണ്ടല്ലയോ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ വന്നെന്നുള്ളതാ. അതാ പറയുന്നത്. ഒരു ഇൻഡയറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഭഗവാന്റെ ആ ഒരു കാരുണ്യം എങ്ങനെയൊക്കെയാ ഏതൊക്കെ രീതിയിൽ വർഷിക്കുമെന്ന് പറയാനേ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കണ്ണനെ ഒരളോ വലിച്ചിട്ടിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 2 മരത്തക വൃക്ഷങ്ങൾക്ക് ഇടയിൽ കൂടി പോയിട്ട് ഭഗവാനെ അവരെ ഒന്ന് സ്പർശിച്ച സമയത്ത് 2 വൃക്ഷങ്ങളും 2 സൈഡിലോട്ട് വീഴുക ചെയ്യുന്നത്. വീണു അവിടെ അതന്നേരം അവിടെ നളകുബേരനും മണിഗ്രീവനും വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനെ സ്തുതിച്ചിട്ട് ഭഗവാനെ പ്രദക്ഷിണം വെച്ചിട്ട് ഭഗവാൻ അവരോട് പറഞ്ഞു, കുബേരന്റെ അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു പോകൂ, സന്തോഷമായിട്ട് നിങ്ങൾ ജീവിക്കൂ, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് അത് പറഞ്ഞിട്ട് അവർ സന്തോഷമായിട്ട് പോകുന്നു. അതാണ് നമുക്കിന്ന് നോക്കാം. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പറയാനുണ്ട്. മുദാസരസമ്മതേ ഉദീരതാമോദയേപ്യവിഷ്ടിത മൃദുധൈര്യസരോ മുലൂകലേലകേ അദൂരദോദൗ കഗുവാവ അതൈഷ്യതാ. മുദാസുര ആൻസർ പറഞ്ഞു തന്നില്ല. അച്ഛാ അത് ശരി. ഓക്കെ. ഹരിബോ ഹരേ കൃഷ്ണ. ഏതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ? നാരായണൻ രചിച്ചത് ആരാണെന്ന് അതാണോ? നമുക്ക് എല്ലാവർക്കും അറിയാം നാരായണൻ രചിച്ചത് ആരാ? ഭട്ടതിരിപ്പാട്. നാരായണ ഭട്ടതിരിപ്പാട്. ഭഗവാന്റെ ശങ്കിന്റെ പേരോ? പാഞ്ചജന്യം. പാഞ്ചജന്യം. ഈ പാഞ്ചജന്യത്തിന്റെ ഒരു കഥയുണ്ട്, ഞാനത് പിന്നെ പറഞ്ഞുതരാം. വേദവ്യാസന്റെ അമ്മയുടെ പേരെന്താ? സത്യവതി. ഇത് 1 or 2 പേര് മാത്രമേ പറയുന്നുള്ളല്ലോ. വേദവ്യാസന്റെ അമ്മയുടെ പേര് സത്യവതി. വേദവ്യാസന്റെ അമ്മയുടെ പേര് സത്യവതി. വേദവ്യാസന്റെ അച്ഛന്റെ പേരോ? പരാശര മഹർഷി. അച്ഛന്റെ പേര് പരാശരമുനി. ഇതിന്റെ കഥ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാ അല്ലെ. പരാശരമുനിയുടെയും പിന്നെ സത്യവതിയുടെയും വ്യത്യാസം ഉണ്ടാവുന്നത് കൃഷ്ണനും എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാ. പഞ്ചപാണ്ഡവരിലെ നകുലന്റെ സഹദേവന്റെയും അമ്മ ആരാ? മാധുരി. എഴുതിക്കോള്. എല്ലാവരും വിചാരിക്കുന്നത് ഇത് ആണെന്നുള്ള ഈ 5 പേരും. പക്ഷെ അല്ല. പാണ്ഡു ആണെന്നുണ്ടെങ്കിൽ 2ാമതൊരു കല്യാണം കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു, മാധുരി എന്ന് പറയുന്ന രാജകുമാരിയെ. ആ മാധുരിയുടെ മക്കളാണ് നകുലനും സഹദേവനും. പരീക്ഷത്തിന്റെ അച്ഛന്റെ പേരോ? അഭിമന്യു.
പരീക്ഷിത്തിന്റെ അച്ഛന്റെ പേരാണ് അഭിമന്യു. അഭിമന്യു എന്ന് പറഞ്ഞ അർജുനന്റെ പുത്രനായിരുന്നു. ദ്രോണാചാര്യരുടെ പുത്രന്റെ പേരോ? അശ്വത്ഥാമാവ്. ദ്രോണാചാര്യരുടെ പുത്രന്റെ പേര് അശ്വത്ഥാത്മ. വായുനന്ദനൻ ആരാണ്? ശ്രീഹരി. നമ്മളിവിടെ പഞ്ചപാണ്ഡവരുടെ കാര്യം പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് പേരുണ്ട് വായുനന്ദനന്മാര്. പക്ഷെ ഇവിടെ ഭീമൻ. ഭീമൻ. ഗംഗാദേവിയുടെ ഗംഗാദത്തൻ. ഭീഷ്മര് അല്ലെങ്കിൽ ഗംഗാദത്തൻ. പാഞ്ചാലിയുടെ മറ്റൊരു പേരാണ് എന്താണ്? പാഞ്ചാലിയുടെ മറ്റൊരു പേര് ദ്രൗപദി. അടുത്ത ക്വസ്റ്റ്യൻ പറ മാതാവി. എട്ടേ മുക്കാലായി. ഇന്ന് ക്ലാസ് എടുക്കാൻ പറ്റും. എട്ടേ മുക്കാലായി കഴിഞ്ഞു. ക്ലാസ് എടുക്കും. അതിലുള്ള ലൈൻ പോയി. ടൈം പോയി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം മാതാവി. പാഞ്ചാലിയുടെ മറ്റൊരു പേര് ദ്രൗപദി. ദ്രുപദന്റെ പുത്രി ആയതുകൊണ്ടാണ് ദ്രൗപദി എന്നുള്ള പേര് കിട്ടിയത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കാര്യം ചെയ്തോളൂ. ഇനി അടുത്ത അതൊന്ന് എഴുതിയെടുത്തോളൂ. ഇന്നത്തെ ഡേറ്റ് എഴുതിയിട്ട് എഴുതിക്കോണേ. പരീക്ഷത്തിനെ ശപിച്ച മുനികുമാരന്റെ പേര്. പരീക്ഷത്തിനെ ശപിച്ച മുനികുമാരന്റെ പേര്. പരീക്ഷത്തിനെ ശപിച്ച മുനികുമാരന്റെ പേര്. മറന്നുവല്ലോ. പേര് മറന്നു. എഴുതിയോ? അത് കണ്ടുപിടിച്ചോളൂ. എന്നിട്ട് നാളെ നമുക്ക് പറയാം. 2, ഭൂമിയെ പാതാളത്തിലേക്ക് കൊണ്ടുപോയത് ആര്? ഇതെല്ലാം നാരായണനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയെ പാതാളത്തിലേക്ക് കൊണ്ടുപോയത് ആര്? ഭൂമിയെ പാതാളത്തിലേക്ക് കൊണ്ടുപോയത് ആര്? ഓക്കെ. 3 ആയുർവേദ പ്രകാരം ആദ്യം ഉണ്ടായ രോഗങ്ങള്. ആയുർവേദ പ്രകാരം ആദ്യമുണ്ടായ രോഗങ്ങൾ. ആയുർവേദ പ്രകാരം ആദ്യമുണ്ടായ രോഗങ്ങൾ. മാതാജി ഇത് സാരമില്ല. ഓക്കെ അല്ലെ? നാളെ പറഞ്ഞു. ഓക്കെ. 4 മനുഷ്യന്റെ ജീവിത ലക്ഷ്യം. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം. ഭഗവാന്റെ. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എഴുതിയോ? എഴുതി. ശ്രീകൃഷ്ണ കുചേലന്മാരുടെ ഗുരു. ശ്രീകൃഷ്ണ കുചേലന്മാരുടെ ഗുരു. ശ്രീകൃഷ്ണ കുചേലന്മാരുടെ ഗുരു. എഴുതിയോ? ആറാമത്തത് യോഗശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ്. യോഗശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ്.
യോഗശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ്. എഴുതിയോ? എഴുതി മാതാജി. ഇത് ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഒന്ന് വേണ്ടായോ? എല്ലാം സിമ്പിളായാൽ നടക്കുവോ? കിട്ടുമെങ്കിൽ എഴുതിന്, അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞുതരാം നാളെ. എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ മാതാജി എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ആരെ നശിപ്പിക്കാനാണ് നരസിംഹ അവതാരം? ആരെ നശിപ്പിക്കാനാണ് നരസിംഹ അവതാരം? ആരെ നശിപ്പിക്കാനാണ് നരസിംഹ അവതാരം? 8. മഹാഭാരത യുദ്ധത്തിൽ ദ്രോണരെ വധിച്ചത് ആര്? ദ്രോണരെ വധിച്ചത് ആര്? എവിടം വരെ ആയി കൊച്ചുങ്ങളെ? എഴുതിയോ? എഴുതി. 9. മനുഷ്യനല്ലാതെ മറ്റാരും വധിക്കരുതെന്ന് വരം വാങ്ങിയത് ആര്? മനുഷ്യനല്ലാതെ മറ്റാരും വധിക്കരുതെന്ന് വരം വാങ്ങിയത് ആര്? വരം വാങ്ങിയത് ആര്? എവിടം വരെയായി? 10. ഇനി 10. ശ്രീകൃഷ്ണാവതാരം നടന്ന യുഗം. ശ്രീകൃഷ്ണാവതാരം നടന്ന യുഗം. ശ്രീകൃഷ്ണ അവതാരം നടന്ന യുഗം. 10. ഓക്കെ, നാളെ അതിന്റെ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പാടുള്ളതാ. ഹരേ കൃഷ്ണ. എല്ലാരും വന്നോ? ഹരേ കൃഷ്ണ. എന്താ ചെയ്യേണ്ടത്? നാവേ എന്താ ചെയ്യേണ്ടത്? കൃഷ്ണ ജപ ദീപ. എന്താ വേണ്ടുന്നത്? കാതെന്താ കേൾക്കേണ്ടത്? ശ്രീകൃഷ്ണ നാമം മാത്രം. മുദാസുര മുദാര സമ്മതേ ഉദീരദാമോദര യുക്തവിഷ്ഠിത പ്രചോദുര സൈര്യമുലോകലേലഘേനദൂരജോദോ കകുബാബുദൈഷ്യത മുദാസുര മുദാര സമ്മതേ ഉദീര്യ ദാമോദര യുക്തവിഷ്ഠിത മൃദുദ്ധര സൈര്യമുലൂകലേ ലഘന് അദൂരദോ ദോ കകുബാബുദൈഷ്യത അദൂരദോ ദോ കകുബാബുദൈഷ്യത മുദാസുര മുദാര സമ്മതേ ഉദീരദാമോദര യുക്തവിഷ്ഠിത മൃദുദ്ധര സൈര്യമുലൂകലേ ലഘന് ഹരേ കൃഷ്ണ. മുദാ സുഖാരൈസ്ത്വമുദാര സമ്മതൈഹി ഉദീര്യദാമോദരൈത്യവിഷ്ഠിത മൃദൂദര സൈര്യമുലൂഖലേ ലഗൻ അദൂരദോദൗ കൗബാവുദൈഷ്യതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി വായിക്കുക. നിങ്ങൾ വായിക്കും മാതാജി. മുദാ സുരൈസ്തുതാമുദാര സമ്മതൈ യുദീര്യദാമോദര ഇത്യഭീഷ്ടിത മുദൂദര സൈരമുലൂഹലേലക അദൂരദോദൗ കഹാഭാവുദൈഷ്യതാഃ. ഹരേ കൃഷ്ണ മാതാജി.
ഹരേ കൃഷ്ണ മാതാജി. മുദാസുരൈസ്തമുദാരസമ്മതൈ യുദീര്യ ദാമോദര ഇത്യാഭിഷ്ടുത മൃദൂദര ശരീരമൃദുഖലേലക അദൂരദോദൗ കകൂഭാവുദൈക്ഷത. ഹരേ കൃഷ്ണ. കേക്കാൻ വയ്യ മാതാജി, ഒന്നും കേക്കാൻ വയ്യ. ഹരേ കൃഷ്ണ മാതാജി. മാതാജിയുടെ മൈക്ക് ഓഫാണ്. മാതാജി ഒന്നും കേക്കാൻ വയ്യ. അടുത്ത ആള് വായിച്ചോളൂ. നമോ ഭഗവതേ വാസുദേവായ. മുദാസുരൗഖാസ്ത്വമുദാര സമ്മതൈ ഉരുദിര്യ ദാമോദര ഇത്യഭിഷ്ടുത മൃദൂദര സ്വൈരമുലൂഖലേലകൻ അദൂരദോദൗ കകൂഭാവുദൈർക്ഷത. ഹരേ കൃഷ്ണ മാതാജി. ഒരു പ്രവചി വായിക്കേ. ഇനി അടുത്തത് ഒരു പ്രവചി വായിക്കേ. ഹരേ കൃഷ്ണ. മുദാസുരാഖൈസ്ത്വമുദാരസമ്മതൈരുദീര്യ ദാമോദര ഇത്യഭിഷ്ടുത മൃദൂദര സ്വൈരമുലൂഖലേലഗന്നദൂരദോദൗ കകുഭാവുദൈക്ഷത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉദാരസമ്മത സ്വരൂപിക്കുക. അത്യന്ത സന്തോഷത്തോടുകൂടി ദേവമാത എന്ത് ചെയ്തു? ദാമോദരൻ എന്നുള്ള പേര് കൊടുത്തു. എങ്ങനെയാ? പുഷ്പവൃഷ്ടി ചെയ്തിട്ട് ദാമോദരൻ എന്നുള്ള പേര് കൊടുത്തു. ദാമം കൊണ്ട് ബന്ധിച്ചവനായതുകൊണ്ട് ദാമോദരൻ എന്നുള്ള പേര്. ഭഗവാൻ ഇങ്ങനെ സഹസ്രനാമങ്ങളല്ലേ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ കേശിയെ കൊന്നതുകൊണ്ട് കേശവൻ എന്നുള്ള പേര് വന്നു, മുരനെ കൊന്നതുകൊണ്ട് മുരാരി എന്നുള്ള പേര് വന്നു. അങ്ങനെ ഓരോരോ പേരുകൾ ഭഗവാനും ഓരോരോ ലീലകൾ കാട്ടുമ്പോഴും കിട്ടുന്നു. ഇത് ദാമോദരൻ എന്നുള്ള പേര് ദേവകള് പുഷ്പവൃഷ്ടി ചെയ്തിട്ട് വളരെ സന്തോഷത്തോടുകൂടി ഭഗവാനെ കൊടുക്കുന്നു. എന്നിട്ട് ഭഗവാൻ എന്താ ചെയ്യുന്നത്? എല്ലാവരും സ്തുതിക്കുക ചെയ്യുന്നത്. സ്തുതിക്കുന്ന സമയത്ത് ഭഗവാൻ എന്താ ചെയ്യുന്നത്? മൃദൂധര സൂര്യമുലോകലേഖന് ആ ഉരളിൽ ഇങ്ങനെ കെട്ടിയിരിക്കുമല്ലേ ആളെ. ആ കെട്ടിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അയ്യോ, എന്റെ ഭക്തന്മാര് രണ്ടുപേരവിടെ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്, എനിക്ക് ഉടനെ അവരെ മോചിപ്പിക്കണം എന്നുള്ള രീതിയില്. കുബേരസൂനു നലകുംഭരാദിവാ പരോമണിഗ്രീവൈരി പ്രധാംഗത മകേശ സേവാധികത ശ്രീയോന്മധോ ചിരങ്കിലത്തത് വിമുഖാവലഹേലത. കുബേരസൂനു നളകുംഭരാവിതാ പരോമണിഗ്രീവൈരി പ്രധാംഗത മകേശ സേവാധികത ശ്രീയോന്മധോ ചിരങ്കിലത്തത് വിമുഖാവലഹേലത. കുബേരസൂനു നളകുംഭരാവിതാ പരോമണിഗ്രീവൈരി പ്രധാംഗത മകേശ സേവാധികത ശ്രീയോന്മധോ ചിരങ്കിലത്തത് വിമുഖാവഹേലത. കുബേരസൂനു നളകുംഭരാവിത പരോമണിഗ്രീവ ഇതി പ്രധാംഗത മകേശ സേവാധികത ശ്രീയോന്മധോ ചിരങ്കിലത്തത് വിമുഖ അവഹേലത. വിമുഖ അവഹേലത. ത്വത് വിമുഖ അവഹേലത. ചിരങ്കിലത്തത് വിമുഖാവഹേലത. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. കുബേരസുനേർ നളകുബാരാപിത പരോമണിഗ്രീവ ഇതി പ്രധാംഗത മഹേശ സേവാദിഗത സ്ത്രീയോന്മദൗ ശിരം കില ത്വത് വിമുഖ അവഹേലത. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കുബേരസുനുകുബാരാഭിത പരോമണിഗ്രീവ ഇതി പ്രധാംഗത മഹേശ സേവാദിഗത ശ്രീയോന്മദൗ ചിരം കില വിമുഖാവലേഖേലതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കുബേരാഹിത പരോമണിഗ്രീവ ഇതി പ്രധാഗത മഹേശ സേവാദിഗത ശ്രീയോന്മദൗ ചിരം കില ത്വതിമുഖാവഹേലതാം. ഹരേ കൃഷ്ണ മാതാജി. അതിന് ഒരു പ്രവചി വായിച്ചോളൂ. പ്രവചിമാരില്ലേ? കൃഷ്ണ മാതാജി. വായിച്ചോ. കുബേരസൂനുർനളകുബരാഭിധ പരോമണിഗ്രീവ ഇതി പ്രധാംഗത മഹേശ സേവാധിഗത ശ്രീയോന്മദൗ ചിരം കില ത്വദ്വിമുഖാവഹേലതാം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്.
എന്നിട്ട് കുബേരസൂനു കുബേരന്മാരുടെ മക്കളായിട്ടുള്ള നളകുബേരനും മണിഗ്രീവ വേറൊരു കുട്ടി മണിഗ്രീവന് ഇതി പ്രധാംഗത. എന്നിട്ട് എന്താ അവര് മഹേശ സേവാദി ഗതാ ശ്രീയോന്മതവും മഹേശന്റെ ഭക്തന്മാരാണ് അവര്. അന്നേരം മഹേശന് ഇഷ്ടംപോലെ സൗന്ദര്യവും സമ്പത്തും എല്ലാം ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ചിരങ്കിലത്തത് വിമുഖ അവഹേലത, അതല്ലേ അറിയിക്കാത്തവന് ആവശ്യം പോലെ എല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അവന് ഒരു ഇതാവും എന്ന് പറയുന്നത് പോലെ ഇവിടെ അതേപോലെ തന്നെ കുബേരന്റെ മക്കളായിട്ടുള്ള മണിഗ്രീവനും നളകുബേരനും എന്താ ചെയ്തത്? സൗന്ദര്യവും സമ്പത്തും ഇഷ്ടംപോലെ ഉണ്ട്. എന്റെ ആ അഹങ്കാരത്തില് മതോന്മത്തന്മാരായി തീർന്നു. സുരാവകായ അങ്കിലതോ മതോത്കടോ സുരാവകായ ബഹുയൗവതാവൃതോ വിവാസസോ കേളി പരോസ നാരദാഭവത്പദൈക പ്രവണോ നിരൈശ്യത. സുരാവകായാങ്കിലതോ മതോത്കടോ സുരാവകായ ബഹുയൗവതാവൃതോ വിവാസസോ കേളി പരോസ നാരദാ ഭവത്പദൈക പ്രവണോ നിരൈശ്യത. സുരാവകായാങ്കിലതോ മതോത്കടോ സുരാവകായ ബഹുയൗവതാവൃതോ വിവാസസോ കേളി പരോസ നാരദാ ഭവത്പദൈക പ്രവണോ നിരൈശ്യത. സുരാവകായാങ്കിലതോ മതോത്കടോ സുരാവകായ ബഹുയൗവതാവൃതോ വിവാസസോ കേളി പരോസ നാരദാ ഭവത്പദൈക പ്രവണോ നിരൈശ്യത. ഹരേ കൃഷ്ണ. സുരാപകായ കില തൗ മതോത്കടൗ സുരാപകായ യൗവതാവൃതൗ വിവാസൗ കേളീപരൗ സതാരതാ ഭവത്പദൈക പ്രണവോ നിരക്ഷത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സുരാപകായ കിലതൗ മധോത്കടൗ സുരാപകായ യൗവതാവൃതൗ വിവാസസോ കേളീപരൗ സ നാരദോ ഭവത്പദൈക പ്രവണോ നിരൈക്ഷത. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഭവത്പദൈക പ്രവണോ നിരൈശ്യത. ഭവത്പദൈക പ്രവണോ നിരൈശ്യത. ഭവത്പദൈക പ്രവണോ നിരൈശ്യത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. Yes. യാങ്കിലത്തോ മതോത്കടൗ സുരാവകായത് ബഹുയൗവതാവൃതൗ വിവാസസൗ കേളിപരൗ സ നാരദാ ഭവത്പദാക പ്രവണോ നിരൈക്ഷത. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഇനി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവ. സുരാപകായ കിലതൗ മതോത്കടോ സുരാപകായ യൗവതാവൃതൗ വിവാസസൗ കേളിപരൗ സ നാരദോ ഭവത്പദൈക പ്രവണോ നിരൈശ്യത. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സുരാപകായ ഭവത്പദൈക പ്രവണോ നിരൈശ്യത. ഭവത്പദൈക പ്രവണോ നിരൈശ്യത. ഇനി ഒരു പ്രവചി വായിക്കൂ. ഹരേ കൃഷ്ണ. സുരാപകായാം കിലതൗ മതോത്കടൗ സുരാപകായ ബഹുയൗവതാവൃതൗ വിവാസസോ കേളീപരൗ സ നാരദോ ഭവൽപദൈക പ്രവണോ നിരക്ഷതാം. ഹരേ കൃഷ്ണ. സുരാപകായാങ്കിലത്തോ മതോത്കടോ, എന്താ മദ്യം കുടിച്ചിട്ട് മനസ്സിലായി പറഞ്ഞത്. എന്നിട്ട് അവര് മതോന്മത്തരായി കഴിഞ്ഞു. എന്നിട്ട് സുരാപകായ ബഹു യൗവതാവൃത, അവര് സ്വയമല്ല, എന്താ അപ്സരകള് സ്ത്രീകളെയും കൂടി കൂട്ടിയിട്ട് ഗംഗാനദിയിലാണ് അവര് കേളി ചെയ്യുന്നുള്ളതാ. വിവാസസോ കേളി പരോശ നാരദോ, അവര് മദ്യപാനം ചെയ്തിട്ട് സുര എന്ന് പറഞ്ഞ മദ്യം ചെയ്തിട്ട് എന്താ സ്ത്രീകൾ മൊത്ത് ഗംഗയില് ജലക്രീഡ നടക്കുന്ന സമയത്ത് അതിലേക്കൂടെ ആരാ വന്നത്? നാരദര് വരുന്നു. ഭവത്പദൈക പ്രവണോ നിരൈശ്യത. ആ നാരദര് ഇത് കാണാൻ ഇടയാവുന്നു എന്നുള്ളതാ. നാരദർക്ക് തോന്നി, ദൈവമേ ഇത് എന്താ ഈ കാണിക്കുന്നത്? അതും ഗംഗയില് എന്ന് പറഞ്ഞാൽ അത് ഉടുവസ്ത്രം പോലും ഇല്ലാതാണ് ഇവര് ക്രീഡ ചെയ്യുന്നതെന്നുള്ളത്. അതുകൊണ്ട് നാരദര് ഇത് കാണാനിടയായി. ആ നാരദര് എന്താ പറയുന്നത് നോക്കൂ.
പിയാ പ്രിയ ലോകമുവാത്തപുരോ നിരീക്ഷ വിമതാന്ത ചേതസോ ഇമോ ഭവ ഭക്തിവ ശാന്തി സിദ്ധയേ മുനിർജഗോ ശാന്തി പ്രദേ കുതസുഖ പിയാ പ്രിയ ലോകമുവാത്തവാസം പുരോ നിരീക്ഷ വിമതാന്ത ചേതസോ ഇമോ ഭവ ഭക്തിവ ശാന്തി നിസ്തയേ മുനിർജഗോ ശാന്തി പ്രദേ കുതസുഖ പിയാ പ്രിയ ലോകമുവാത്തവാസം പുരോ നിരീക്ഷാവി മതാന്ത സേതസോ ഇമോ ഭവൽ ഭക്തിവ ശാന്തി സിദ്ധയേ മുനിർജഗോ ശാന്തി മൃദേ കുത സുഖം മുനിർജഗോ ശാന്തി മൃദേ കുത സുഖം. വായിച്ചോളൂ. പ്രിയാ പ്രിയ ലോകമുക്തവാസസം പുരോ നിരീക്ഷ്യ ഭീമതാന്ത ചേതസൗ ഇമൗ ഭവത്വക്ത്യപശാന്തി സിദ്ധയേ മുനിർജഗൗ ശാന്തി മൃദേ കുതസുഖം. ഹരേ കൃഷ്ണ മാതാജി. പ്രിയാ പ്രിയോ ലോകമുപാത്തവാസം പുരോ നിരീക്ഷ്യാപി മതാന്ത ചേതസൗ ഇമൗ ഭവത് ഭക്തി ശാന്തി സിദ്ധയേ മുനിർജഗൗ ശാന്തി മൃദേ കുതസുഖം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. മൃദേ കുതസുഖം. ഹരേ കൃഷ്ണ. അയച്ചോട്ടെ മാതാജി. കൃഷ്ണ. പ്രിയമുപാത്തവാസം പുരോ നിരീക്ഷ്യ വിമതാന്ത ചേതസോ ഇമൗ ഭവത്ഭക്ത്യാ പശ്യന്തി സിദ്ധയേ മുനിർജഗോ ശാന്തി മൃദേ കുതസുഖം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവചോടെ വായിച്ചോളൂ. കൃഷ്ണ മാതാജി. ഹിയാ പ്രിയാ ലോകമുപാത്തവാസസം പുരോ നിരീക്ഷ്യാപി മതാന്ധ ചേതസൗ ഇമൗ ഭവത്ഭക്തി ഉപശാന്ത സിദ്ധയേ മുനിർജഗൗ ശാന്തി മൃദേ കുതസുഖം. പ്രിയാ പ്രിയ ലോകമുവാത്തവാസം. എന്താ ഈ സ്ത്രീകൾ ഇവരെ കണ്ടു കേട്ടോ. അപ്സരകൾ കണ്ടപ്പോഴെന്ത് ചെയ്തു? നാരദരെ കണ്ടു. നാരദരെ കണ്ടിട്ട് അവര് നേരെ വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് അവിടെ ഇവിടെ ഒളിച്ചിട്ടെല്ലാം വസ്ത്രങ്ങളും ഒക്കെ എടുത്തു വിട്ടു. പുരോനിരീക്ഷാവി മതാന്ത ചേതസ്വം. മതോന്മത്തന്മാരായ ഇവരുണ്ടല്ലോ, മണിഗ്രീവനും നടക്കുബേരനും എന്ത് ചെയ്തു? നാരദരെ കണ്ടിട്ട് അനങ്ങാൻ പോയില്ല. മീൻസ് ഒരു റെസ്പെക്ട് കൊടുക്കും. അതാ പറയുന്നത്, എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോണം. നമ്മള് പൂന്താനം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? മഹാന്മാരെ കാണുമ്പോൾ വെട്ടിയിട്ട് വാഴ പോലെ വീണ് നമസ്കരിക്കണമെന്നാ പറയുന്നത് എന്നുള്ളതാണ്. മനസ്സിലായി പറഞ്ഞത്? അത് നമ്മളെ ഇവിടെ ഒരു പാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെയാണ്. നാരദരെ കണ്ടപ്പോ ഇവന്മാര് മതാന്ത ചേതസ് ആയതുകൊണ്ട്, മതോന്മത്തന്മാരായതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? അനങ്ങിയില്ല. നാരദർക്ക് ഒരു റെസ്പെക്റ്റും കൊടുത്തില്ല എന്നോ. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. അവര് ഉടനെ പോയിട്ട് അതുകൊണ്ട് അവിടെ ഇവിടെ ഒളിച്ചിട്ട് അവരുടെ വസ്ത്രം കൊടുത്ത് ഒളിച്ചു തോന്നുള്ളതാണ്. ഇമോ ഭവൽ ഭക്തി ശാന്തി സിദ്ധയെ. അരെ എന്താ നാരദർക്ക് തോന്നി, ഭഗവാനെ ഇവർ ഇത്രയും വലിയ ഭക്തന്മാരാണ്, ശിവഭക്തന്മാരാണ്, പക്ഷെ ഇവർക്ക് ഇത്രയും ഒരു അധംപതനം ശരിയല്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? മുനീജഗോ ശാന്തി മൃദേ കുതസുഖം. ഇവർക്ക് ഇവരുടെ ഈ അഹങ്കാരം നശിപ്പിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇവര് വെറും പാതാളത്തോളം താഴ്ന്നു പോവും അഹങ്കാരം കൂടിയതിന് ശേഷം. അതുകൊണ്ട് ഇവരുടെ അഹങ്കാരം നശിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നാരദമുനി എന്താ ചെയ്യുന്നത്? അവരെന്നെ അടുത്തത് യുവാത്മാതാം ചിരം ഹരിനിരീക്ഷാദപദം സമാപ്യുതാ ഇതീരദോത്തോ ഭവദേശന സ്പൃഹാംകേതോ വൃജാന്തേ കഗുബോ ബഭൂവദോ യുവാമാപ്തോ കവരിം നിരീക്ഷാദപദ സമാപ്യുതാ ഇതീരദോത്തോ ഭവദേശന സ്പൃഹാംകേതോ വൃജാന്തേ കഗുബോ ബഭൂവദോ യുവാമവാപ്തോ കൗവാൽപദാം ചിരം യുവാമവാപ്തോ കൗവാൽപദാം ചിരം ഹരിം നിരീക്ഷാദ പദം സമാപ്നുതാം ഇതീരദോത്തോ അവദേശന സ്പൃഹാം ഗതോ വൃച്ചാന്തേ കഗുബോ ബഭൂവദോ യുവാമവാപ്തോ കൗവാൽപദാം ചിരം ഹരിം നിരീക്ഷാദ പദം സമാപ്നുതാം ഇതീരദോത്തോ അവദേശന സ്പൃഹാം ഗതോ വൃച്ചാന്തേ കഗുബോ ബഭൂവദോ. വായിക്കാമോ? വായിക്കാം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ, വായിച്ചോളൂ. അപ്തദൗ കകാ ആത്മതം ചിരം ഹരി നിരീക്ഷതാ പദം സമാപ്തതം
ഇതീര്യതൗ തൗ ഭവാദീക്ഷിതസ്പൃഗം ഗതൗ വ്രജാന്തേ കകൂഹൗ ബഹൂപദ. ഹരേ കൃഷ്ണ മാതാജി. നെക്സ്റ്റ്. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. മാതാജി. വായിച്ചോളൂ. വായിക്ക്. യുവാമവാപ്തൗ കപാത്മതാം ചിരം ഹരിം നിരീക്ഷ്യാദ പദം സമാപ്നുതം ഇതീരിതൗ തവ ദീക്ഷണ സ്പൃഹാം ഗതൗ വ്രജാന്തേ കൗപവധു. ഓ വെരി ഗുഡ്. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവ. വായിച്ചു. യുവാവവാപ്തൗ ഗുഹാത്മതാം ചിരം ഹരിം നിരീക്ഷ്യാദ പദം സമാപ്നുതം ഇധീരതൗ തൗ ഭവദീക്ഷണ സ്പൃഹാം ഗതൗ വ്രജാന്തേ കകുഹൗ ബഭൂവധു. ഹരേ കൃഷ്ണ മാതാജി. ഇനി ഒരു പ്രവചനം വായിച്ചു. ഹരേ കൃഷ്ണ. യുവാമവാപ്തോ കകുഭാത്മതാം ചിരം ഹരേ നിരീക്ഷ്യാദപദം സ്വമാപ്നുതം ഇതി തൗ ഭവദീക്ഷണ സ്പൃഹാം ഗതൗ വ്രജാന്തേ കകുഭൗ ബഭൂവതൗ. ഹരേ കൃഷ്ണ. യുവാമഭാപ്തോ കൗവാത്മനാം ചിരം. എന്താ ചെയ്യേണ്ടത്? നിങ്ങള് വൃക്ഷങ്ങളായിട്ട് മറ്റ് വൃക്ഷങ്ങളായിട്ട് തീരട്ടെ എന്നുള്ള ഇത് ശാപം കൊടുക്കുക ചെയ്യുന്നത്. ഹരി നിരീക്ഷാദ പദ സ്വഭാവം. ഈ ശാപം കിട്ടുന്നതിന് മുമ്പിട്ട് ഇവന്മാര് മതോത്തമന്മാരായിരുന്നു. പക്ഷെ ആണെന്നൊരു ശാപം കിട്ടിക്കഴിഞ്ഞപ്പം ഓഹോ പോയി. എന്താ ആരാ ശപിച്ചിരിക്കുന്നത്? നാരദര്. ഏത് മഹാത്മാവ് ശപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും പറയുന്നുണ്ട്, ഭാഗവതത്തിലാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടല്ലേ, കോപം കൊണ്ട് ശപിക്കരുതാരും. കോപം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വാക്ക് വീണ് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത് ഫലവത്തായി പോകും. അതിനെ തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. ഇവിടെ അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നാരദർ എന്താ വിചാരിച്ചത്? ഇവരിങ്ങനെ മതോന്മത്തരമായിട്ട് നശിച്ചു പോകുന്നത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർക്ക് ശാപം കൊടുത്തു. ശാപം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരെ മനസ്സിലായി, കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ട് ഇവരെന്താ ചെയ്തത്? നേരെ നാരദരുടെ കാൽക്കൽ ചെന്ന് വീണു. കാൽക്കൽ ചെന്ന് ഹരി നിരീക്ഷാദ പദം സ്വഭാവത. ഹരിയുടെ ആ പദം എപ്പോഴും നിങ്ങൾ ഹരിയെ തന്നെ വിചാരിച്ചിട്ട് നിങ്ങൾ ഇരിക്കൂ. ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാലോ ഇതീരതോ ഭവദീക്ഷണ സ്പ്രിയാംഗതോ വ്രജാന്തേ കൗവോ ബഹുപതു. വ്രജത്തിലാണെന്നുണ്ടെങ്കിൽ ദാപരയുഗത്തിന്റെ അന്ത്യത്തിൽ വ്രജത്തില് സാക്ഷാത് ശ്രീഹരി അവതരിക്കും. ആ ഭഗവാന്റെ ടച്ചിങ്ങില്, ഭഗവാന്റെ സ്പർശനത്തിൽ കൂടി നിങ്ങൾക്ക് ശാപമുക്തി കിട്ടും എന്നുള്ള ആ ഒരു വരദാനം കൂടി കൊടുത്തിട്ട് നാരദര അവിടെ നിന്നിട്ട് പോയി. അന്ന് തൊട്ട് അവര് മറ്റുകളായിട്ട് അവിടെ ഗോകുലത്തിൽ വസിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ശ്രീഹരിയുടെ സ്പർശനത്തിന് വേണ്ടിയിട്ട്. എപ്പോഴും ഒരേ ഒരു നാമം, സാക്ഷാൽ ഭഗവാന്റെ ആ നാമത്തില് അവരിങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഭഗവാന്റെ ഈ ലീല വരുന്നതെന്നുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദത്തില് നമുക്ക് ഈ ഇന്നത്തെ ശ്ലോകങ്ങളെല്ലാം സമർപ്പിക്കാം. എല്ലാവർക്കും എല്ലാവരുടെ നന്മകളും വരട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ.